ഹായ് ഓൾ, വെൽക്കം ടു KAS മെൻറ്റർ. ഫെബ്രുവരി 4-ാം ആഴ്ചയിലെ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഫാർമസ്യൂട്ടിക്കൽസിനെ കുറിച്ച് നോക്കാം. റെയിൽവേ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്ത ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് മെഡിക്കൽ ഡിവൈസസിന്റെ 6ാമത്തെ എഡിഷനാണ് 2021 നടക്കുന്നത്. 2021 ഇന്ത്യൻ ഫാർമ തീം എന്നത് ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രി ഫ്യൂച്ചർ ഈസ് നൗ എന്നതാണ്. തീം ഓഫ് ഇന്ത്യൻ ഫാർമ 2021 ഈസ് ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രി ഫ്യൂച്ചർ ഈസ് നൗ. തീം ഓഫ് ഇന്ത്യൻ മെഡിക്കൽ ഡിവൈസസ് 2021, ഇന്ത്യൻ മെഡിക്കൽ ഡിവൈസ് 2021ന്റെ തീം എന്നത് ഇന്ത്യ മെഡ്ടെക് ഫ്യൂച്ചർ, ഇന്നോവേറ്റ് ആൻഡ് മേക്ക് ഇൻ ഇന്ത്യ ത്രൂ ഗ്ലോബൽ അലയൻസ്. എന്താണ് ഇന്ത്യ മെഡ്ടെക് ഫ്യൂച്ചർ, ഇന്നോവേറ്റ് ആൻഡ് മേക്ക് ഇൻ ഇന്ത്യ ത്രൂ ഗ്ലോബൽ അലയൻസ് എന്നത്? മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസറിന്റെ അടിയിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും ചേർന്നിട്ടാണ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഫാർമസ്യൂട്ടിക്കൽസ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ 6ാമത്തെ എഡിഷനാണ് ഈ വർഷം നടക്കുന്നത്. ഈ വർഷത്തെ പരിപാടി ഇനാഗുറേറ്റ് ചെയ്തത് റെയിൽവേ മിനിസ്റ്ററായ പീയൂഷ് ഗോയലാണ്. തീം ഓഫ് ഇന്ത്യൻ ഫാർമ എന്നത് ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രി ഫ്യൂച്ചർ ഈസ് നൗ എന്നതും, തീം ഓഫ് ഇന്ത്യൻ മെഡിക്കൽ ഡിവൈസസ് എന്നത് ഇന്ത്യ മെഡ് ടെക് ഫ്യൂച്ചർ, ഇന്നോവേറ്റ് ആൻഡ് മേക്ക് ഇൻ ഇന്ത്യ ത്രൂ ഗ്ലോബൽ അലയൻസ്. ഒപ്പം തന്നെ ഇതാരാണ് ഓർഗനൈസ് ചെയ്യുന്നത് ഓർത്തിരിക്കുക? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഇനി നമുക്ക് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് നോക്കാം. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ പുതിയ ചെയർമാനായി പദവിയിലേറിയത് വിജയ് സാംബ്ലയാണ്. പേരോർത്തിരിക്കുക, വിജയ് സാംബ്ല. ഇദ്ദേഹം മുൻപ് യൂണിയൻ മിനിസ്റ്ററായി ഇരുന്നിട്ടുണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു? സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. ഫോമർ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നത് എത്തരത്തിലുള്ളൊരു ബോഡിയാണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നിലവിൽ വന്ന ബോഡിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നത്. ആർട്ടിക്കിൾ 338 ആണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 338 അനുസരിച്ച് ആദ്യം ഫോം ചെയ്തത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നൊരൊറ്റ ബോഡിയായിരുന്നു. എന്നാൽ 89ാമത്തെ അമെൻമെന്റോടുകൂടി ആർട്ടിക്കിൾ 338A നിലവിൽ വരുന്നു. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? എസ്റ്റാബ്ലിഷിംഗ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിനുള്ള നാഷണൽ കമ്മീഷനെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിനുള്ള നാഷണൽ കമ്മീഷനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് 89th അമെൻമെന്റ് നിലവിൽ വരുന്നത്. 89ാമത്തെ അമെൻമെന്റോടുകൂടി ആർട്ടിക്കിൾ 338A നിലവിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ പുതിയ ചെയർമാൻ ആരാണ്? വിജയ് സാംബ്ല. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 338. ആർട്ടിക്കിൾ 338A എന്നതോ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സും. ഇത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആരെന്ന് നോക്കാം. ദുഷ്യന്ത് ചൗത്തലയാണ് ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന ആളുടെ കാലാവധി എന്ന് പറയുന്നത് 4 വർഷമാണ്. ഓർത്തിരിക്കാം, ഇപ്പോഴത്തെ ഡെപ്യൂട്ടി CM ഓഫ് ഹരിയാനയാണ് പ്രസിഡന്റ് ഓഫ് ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ദുഷ്യന്ത് ചൗതല 2ാമത്തെ തവണയാണ് ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകുന്നത്. ആദ്യത്തെ തവണ 2017 ജാനുവരിയിലായിരുന്നു അദ്ദേഹം ഈ പദവി അലങ്കരിച്ചിരുന്നത്. യങ്ങസ്റ്റ് പ്രസിഡന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് ദുഷ്യന്ത് ചൗതല എന്നത്. ഈസ് ദ യങ്ങസ്റ്റ് പ്രസിഡന്റ് ഇൻ ഹിസ്റ്ററി ഓഫ് ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക, ടേബിൾ ടെന്നീസ് ഫെഡറേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ദുഷ്യന്ത് ചൗത്തല. ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അടുത്തതായി നമുക്ക് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിനെ കുറിച്ച് നോക്കാം. ഈ വർഷം ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ജമ്മു കാശ്മീരിലെ ഗുൽമർഗിലാണ് നടന്നത്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ 2ാമത്തെ എഡിഷനാണ് ഈ വർഷം നടക്കുന്നത്. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 2 വരെയാണ് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നടക്കുന്നത്. ഇനി ആരാണ് ഈ വിന്റർ ഗെയിംസ് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്ട്രി, ഒപ്പം തന്നെ വിന്റർ ഗെയിംസ് അസോസിയേഷൻ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ എലോങ് വിത്ത് ജമ്മു ആൻഡ് കാശ്മീർ സ്പോർട്സ് കൗൺസിൽ. ആരൊക്കെയാണ്? യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്ട്രി, വിന്റർ ഗെയിംസ് അസോസിയേഷൻ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, ജമ്മു ആൻഡ് കാശ്മീർ സ്പോർട്സ് കൗൺസിൽ.
അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് അതിൻ്റെ 2ാമത്തെ എഡിഷനാണ് 2021 നടക്കുന്നത്. എവിടെ വെച്ചാണ് നടക്കുന്നത്? ജമ്മു കാശ്മീരിലെ ഗുൽമർഗിലാണ്. ആരാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്? യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്ട്രി, വിന്റർ ഗെയിംസ് അസോസിയേഷൻ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ സ്പോർട്സ് കൗൺസിൽ. അടുത്തതായി നമുക്ക് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എവിടാന്ന് നോക്കാം. ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ കേരളത്തിലെ മംഗലപുരത്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. എന്താണ് അതിന്റെ പേര്? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്, കേരളത്തിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് ആണ് ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം തന്നെയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറും. ഇതും കൂടി ഓർത്തിരിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്രകാരം ഒരു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്? 2021 കേരള ഗവൺമെന്റ് ബഡ്ജറ്റ് അനുസരിച്ച് കേരള സൊസൈറ്റീന്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഡിജിറ്റലി ഉള്ള മാറ്റങ്ങൾ നടത്തും എന്ന് ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ സ്റ്റെപ്പാണ് ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്നത്. അപ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? മംഗലപുരം, കേരള. യൂണിവേഴ്സിറ്റിയുടെ പേരെന്താണ്? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി. ഇതിന്റെ ചാൻസലർ ആരാണ്? കേരള ഗവർണർ. ഇപ്പോഴത്തെ കേരള ഗവർണറുടെ പേരെന്താണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള ഗവൺമെന്റിന്റെ 2021 ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇനിഷ്യേറ്റീവ്സിന്റെ ഒരു സ്റ്റെപ്പാണ് ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്നും കൂടി അറിഞ്ഞിരിക്കാം. അടുത്തതായി നമുക്ക് മാരിടൈം ഇന്ത്യ സമ്മിറ്റ് 2021 കുറിച്ച് നോക്കാം. 2021 നടക്കുന്ന മാരിടൈം ഇന്ത്യ സമ്മിറ്റ്. ഈ സമ്മിറ്റ് ഇനാഗുറേറ്റ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആരാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്? യൂണിയൻ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് ഫോർ പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ഈ സബ്മിറ്റിന്റെ ഇൻഡസ്ട്രി പാർട്ട്ണർ ആരാണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. FICCI. എന്തായിരുന്നു FICCI എന്നത്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. 2021 മാരിടൈം ഇന്ത്യ സമ്മിറ്റിന്റെ തീം എന്നത് exploring the potential business opportunities in Indian maritime sector and making Atmanirbhar Bharat. എന്താണ് തീം എന്നത്? ഇന്ത്യൻ മാരിടൈം സെക്ടറിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ഭാഗമായി ആത്മനിർഭർ ഭാരത് പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് ഈ വർഷത്തെ തീം എന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് മാരിടൈം ഇന്ത്യ സമ്മിറ്റ് നടത്തുന്നതെന്ന് നോക്കാം. ഡൊമസ്റ്റിക് ലെവലിലും, അതായത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ എങ്ങോട്ടേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി, ഇന്ത്യൻ പോർട്സ് ആൻഡ് മാരിടൈം സെക്ടറിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഈ സമ്മിറ്റ് നടക്കുന്നത്. ഇവിടെ നാഷണലി ഇന്റർനാഷണൽ ലെവലിലുള്ള ഡെലിഗേറ്റ്സ് പങ്കെടുക്കുന്നതായിരിക്കും. അവർക്ക് കൂടുതലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ സ്റ്റഡീസിലൂടെയും മറ്റും ഇന്ത്യൻ മാരിടൈം സെക്ടറിലുള്ള കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മുടെ പോർട്ടിലേക്കും മാരിടൈം സെക്ടറിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സമ്മിറ്റ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മാരിടൈം ഇന്ത്യ സമ്മിറ്റ് 2021 ആരാണ് ഓർഗനൈസ് ചെയ്യുന്നത്? ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് ആണ് ഈ മിനിസ്ട്രിയുടെ. ഏതാണ്? യൂണിയൻ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് ഫോർ പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. ഇവരുടെ ഇൻഡസ്ട്രി പാർട്ട്ണർ ആരാണ്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഈ വർഷത്തെ തീം എന്തായിരുന്നു? എക്സ്പ്ലോറിംഗ് ദ പൊട്ടൻഷ്യൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യൻ മാരിടൈം സെക്ടർ ആൻഡ് മേക്കിംഗ് ആത്മനിർഭർ ഭാരത്. അടുത്തതായി നമുക്ക് 2021 ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡുകൾ ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം. ബെസ്റ്റ് ഫീമെയിൽ ആക്ടറെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദീപിക പദുക്കോണെയാണ്. ചപ്പക് സിനിമയിൽ അഭിനയത്തിനാണ് ദീപിക പദുക്കോൺ അവാർഡിന് അർഹയായത്. ചപ്പക് സിനിമ എന്നത് ആരുടെ കഥയാണ് പറയുന്നത്? ലക്ഷ്മി അഗർവാൾ. ആസിഡ് വിക്ടിമായ ലക്ഷ്മി അഗർവാളിന്റെ കഥയാണ് ചപ്പക് സിനിമയിൽ ദീപിക അവതരിപ്പിക്കുന്നത്. ബെസ്റ്റ് മെയിൽ ആക്ടർ ആരാണ്? അക്ഷയ് കുമാർ. ലക്ഷ്മി എന്ന സിനിമയിൽ അഭിനയത്തിനാണ് അക്ഷയ് കുമാർ ഈ അവാർഡിന് അർഹനായിരിക്കുന്നത്. ബെസ്റ്റ് ഫിലിം എന്നത് തൻഹാജി ദ അൺസങ് വാരിയർ എന്നതാണ്. തൻഹാജി ദ അൺസങ് വാരിയർ. ബെസ്റ്റ് വെബ് സീരീസ് സ്കാം 1992 ആണ്. ബെസ്റ്റ് വെബ് സീരീസ് സ്കാം 1992 ഏത് സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള വെബ് സീരീസ് ആണ്? സ്കാം 1992. ആൻസർ അറിയാവുന്നവർ കമന്റ് ചെയ്യാം. ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ അവാർഡ് നേടിയിരിക്കുന്നത് പാരസൈറ്റ് ആണ്. സോ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ബെസ്റ്റ് ഫീമെയിൽ ആക്ടർ ദീപിക പദുക്കോൺ ചപ്പക് സിനിമയിൽ. ബെസ്റ്റ് മെയിൽ ആക്ടർ അക്ഷയ് കുമാർ ലക്ഷ്മി എന്ന മൂവിക്ക്. ബെസ്റ്റ് ഫിലിം തൻഹാജി ദ അൺസങ് വാരിയർ. ബെസ്റ്റ് വെബ് സീരീസ് സ്കാം 1992. ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം പാരസൈറ്റ്.
അടുത്തതായി നമുക്ക് ഒളിമ്പിക് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകൾ നോക്കാം. 2032 ഒളിമ്പിക് ഗെയിംസിനുള്ള വേദിയായി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ ആണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി 2032 ഒളിമ്പിക് ഗെയിംസിനുള്ള വേദിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് സ്റ്റേറ്റ് ഓഫ് ക്യൂൻസ്ലാൻഡ് ആയിരുന്നു. ഒളിമ്പിക് ഗെയിംസിന്റെ 2032 മുമ്പുള്ള മറ്റു വേദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2020 ഒളിമ്പിക്സ് ഡിലേ ആയിരുന്നു. ഇപ്പം COVID-19 കേസസ് കാരണം ഡിലേഡ് ആയ 2020 ഒളിമ്പിക്സ് നടത്തുന്നത് ജപ്പാനിലെ ടോക്കിയോയിലാണ്. അപ്പോൾ 2020 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ്? ജപ്പാനിലെ ടോക്കിയോ. 2024 ഒളിമ്പിക്സ് നടക്കുന്നത് ഫ്രാൻസിലെ പാരീസിലാണ്. 2028 നടക്കാൻ പോകുന്നത് എവിടെയാണ്? ലോസ് ഏഞ്ചലസ് USA. 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2020 ഒളിമ്പിക്സ് എവിടെയാണ്? ടോക്കിയോ, ജപ്പാൻ. 2024 പാരീസ് ഇൻ ഫ്രാൻസ്. 2028 ലോസ് ഏഞ്ചലസ് ഇൻ USA. ആൻഡ് 2032 ഒളിമ്പിക്സിന് പറഞ്ഞിരിക്കുന്നത് ബ്രിസ്ബെയിൻ ഇൻ ഓസ്ട്രേലിയ. അടുത്തതായി നമ്മൾക്ക് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ചാമ്പ്യൻസ് അവാർഡിനെ കുറിച്ച് നോക്കാം. ജോ ബൈഡൻ USA പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായി ഇൻസിസ്റ്റ് ചെയ്യുന്ന അവാർഡാണ് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ചാമ്പ്യൻസ് അവാർഡ് എന്നത്. അഴിമതിക്കെതിരെ ലോകമെമ്പാടും പോരാടുന്നവരെ ആദരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അവാർഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വർഷം 12 പേരാണ് അവാർഡിന് അർഹത നേടിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ജലി ഭരദ്വാജ് ഈ അവാർഡിന് അർഹത നേടിയിട്ടുണ്ട്. സത്തർക്ക് നാഗരിക് സംഗഠൻ എന്ന സംഘടനയുടെ ഫൗണ്ടറാണ് അഞ്ജലി ഭരദ്വാജ്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ചാമ്പ്യൻസ് അവാർഡ് 12 പേർക്ക് ലഭിച്ചിരിക്കുന്നു ഈ വർഷം. ആദ്യമായിട്ട് 2021 ഈ അവാർഡ് നിലവിൽ വരുന്നത്. USA പ്രസിഡന്റായ ജോ ബൈഡനാണ് ഈ അവാർഡ് കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ നിന്ന് ഈ അവാർഡിന് അർഹത നേടിയിരിക്കുന്നത് അഞ്ജലി ഭരദ്വാജ്. സത്തർക്ക് നാഗരിക് സംഗഠൻ എന്ന സംഘടനയുടെ ഫൗണ്ടറാണ് അഞ്ജലി ഭരദ്വാജ്. അടുത്തതായി നമുക്ക് ഗ്ലോബൽ ബയോ ഇന്ത്യയെ കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ ബയോടെക്നോളജി സെക്ടറിന്റെ സ്ട്രെങ്ത് നാഷണൽ ലെവലിലും ഗ്ലോബൽ ലെവലിലും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലോബൽ ബയോ ഇന്ത്യ മീറ്റിംഗ് നടത്തുന്നത്. 2021 നടക്കാൻ പോകുന്നത് ഇതിന്റെ സെക്കൻഡ് എഡിഷനാണ്. 2019 ഫസ്റ്റ് എഡിഷൻ നടന്നത്. മാർച്ച് 1 മുതൽ 3 വരെയാണ് ഗ്ലോബൽ ബയോ ഇന്ത്യ മീറ്റപ്പ് നടക്കാൻ പോകുന്നത്. ഇതിന്റെ ഇനാഗുറേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്റർ ഹർഷ് വർദ്ധൻ ആണ് 2021 ഗ്ലോബൽ ബയോ ഇന്ത്യ മീറ്റപ്പ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഈ വർഷത്തെ തീം എന്നത് ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് എന്നതാണ്. ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ്. ഈ വർഷത്തെ ടാഗ് ലൈൻ എന്നത് ബയോ സയൻസസ് ടു ബയോ എക്കോണമി എന്നതാണ്. ബയോ സയൻസസ് ടു ബയോ എക്കോണമി. ഈ വർഷത്തെ മീറ്റപ്പിന്റെ പാർട്ട്ണർ കൺട്രി, കൂടെ നിൽക്കുന്ന കൺട്രി എന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. പാർട്ട്ണർ സ്റ്റേറ്റ് കർണാടകയാണ്. ഓർത്തിരിക്കുക, പാർട്ട്ണർ കൺട്രി സ്വിറ്റ്സർലൻഡ്, പാർട്ട്ണർ സ്റ്റേറ്റ് കർണാടക. ഇനി ആരൊക്കെയാണ് ഗ്ലോബൽ ബയോ ഇന്ത്യ ഓർഗനൈസ് ചെയ്തതെന്ന് നോക്കാം. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അടിയിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, ഇവരുടെ തന്നെ പബ്ലിക് സെക്ടർ യൂണിറ്റ് ആയ ബിറാക്, ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൗൺസിൽ, ഒപ്പം തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അസോസിയേഷൻ ഓഫ് ബയോടെക്നോളജി ലെഡ് എന്റർപ്രൈസസ് ആൻഡ് ഇൻവെസ്റ്റ് ഇന്ത്യ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്? ഗ്ലോബൽ ബയോ ഇന്ത്യ മീറ്റപ്പ് 2021 നടക്കാൻ പോകുന്ന എൻ്റെ സെക്കൻഡ് എഡിഷനാണ്. ഫസ്റ്റ് എഡിഷൻ 2019 നടന്നു. ഈ വർഷത്തെ ഗ്ലോബൽ ബയോ ഇന്ത്യ മീറ്റപ്പ് ഇനാഗുറേറ്റ് ചെയ്യുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്റർ ഹർഷ് വർദ്ധൻ ആണ്. ഈ വർഷത്തെ തീം എന്നത് ട്രാൻസ്ഫോമിംഗ് ലൈഫ്സും ടാഗ് ലൈൻ എന്നത് ബയോ സയൻസസ് ടു ബയോ എക്കോണമി എന്നതാണ്. പാർട്ട്ണർ കൺട്രി സ്വിറ്റ്സർലാൻഡ്, പാർട്ട്ണർ സ്റ്റേറ്റ് കർണാടക. ഓർഗനൈസ്ഡ് ബൈ ആരൊക്കെയാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി വിച്ച് ഈസ് അണ്ടർ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. പിന്നെ എന്താണ്? മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തന്നെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയ ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൗൺസിൽ ബിറാക്, ഒപ്പം തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അസോസിയേഷൻ ഓഫ് ബയോടെക്നോളജി ലെഡ് എന്റർപ്രൈസസ് ആൻഡ് ഇൻവെസ്റ്റ് ഇന്ത്യ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി KAS മെന്റൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്